പുറപ്പാട് 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തരുകയും ചെയ്യും. ഓർമ്മിക്കുക, ഇന്ന് കമില്ലസ് എന്ന വിശുദ്ധന്റെ ഓർമ്മദിനമാണ്. 1550 ഇറ്റലിയിലെ അബ്രൂസി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. തന്റെ അമ്മയുടെ 60-ാം വയസ്സിൽ അമ്മ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ ഓടിക്കയറിയത് ഒരു പശുത്തൊഴുത്തിലായിരുന്നു. ആ തൊഴുത്തിൽ പശുക്കൾക്ക് കൊടുക്കുന്ന വൈക്കോലിലാണ് പിറന്നു വീണത്. പടയാളിയായിരുന്ന പിതാവ് കുറെ പണം സമ്പാദിച്ചെങ്കിലും പിതൃസ്വത്തായി മകന് നൽകുവാനുണ്ടായിരുന്നത് തന്റെ വാളു മാത്രമാണ്. വാൾ കയ്യിലെടുക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ കമില്ലസ് പടവെട്ടാൻ തുടങ്ങി. ഒരു യുദ്ധത്തിൽ കമില്ലസിന് ആഴമേറിയ ഒരു വ്രണമുണ്ടായി. തന്മൂലം തിരിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. അഗതിയായ കമില്ലസ് ഒരാശുപത്രിയിൽ ശിപായി ജോലി ചെയ്തുകൊണ്ട് വ്രണത്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. ചീട്ടുകളിയിൽ തൽപരനായ കമില്ലസ് ജോലിക്കാര്യങ്ങളിൽ ശരിയായ ശ്രദ്ധയില്ലാതെ കളിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചതുവഴി ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹം വീണ്ടും സൈന്യത്തിൽ ചേർന്നു. സൈനിക ജീവിതം വളരെ ക്ലേശപൂർണമായിരുന്നു. ഭക്ഷിക്കുവാൻ പുല്ലും കുതിരമാംസവും മാത്രം. ഭക്ഷണക്കുറവ് മൂലം ജോലിയിൽ പിഴവുണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നും പിരിച്ചുവിട്ടു. കൈവശമുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ചൂതുകളിച്ചു നശിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന് 24 വയസ്സ് മാത്രമായിരുന്നു. ഒരു കപ്പുച്ചിൻ വൈദികന്റെ ഉപദേശം ആ യുവാവിനെ മാനസാന്തരപ്പെടുത്തി. 2 പ്രാവശ്യം അദ്ദേഹം കപ്പുച്ചിൻ നോവിഷ്യേറ്റിൽ ചേർന്നു. എന്നാൽ കാലിലെ വ്രണം ഉണങ്ങാത്തതുകൊണ്ട് 2 പ്രാവശ്യവും പുറന്തള്ളപ്പെട്ടു. 1582 കമില്ലസും മറ്റേതാനും പേരും കൂടി റോമിലുള്ള മാറാരോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ചു. അവിടെയുള്ള ശുശ്രൂഷകരെല്ലാവരും തോളിലൊരു ചുവന്ന കുരിശണിഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ ആരംഭം. ഒരു വൈദികനായാൽ തന്റെ ജോലി ഒന്നും കൂടി കാര്യക്ഷമമാക്കാമെന്ന് കരുതി അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി. 34-ാം വയസ്സിൽ ഒരു പുരോഹിതനായി. നഴ്സിംഗ് ശുശ്രൂഷയായി സ്വീകരിച്ച സഹോദരങ്ങളുടെ ഒരു സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. സഭാംഗങ്ങൾ ഭവനങ്ങളിൽ പോലും തങ്ങളുടെ ശുശ്രൂഷ ചെയ്തിരുന്നു. 1595 യുദ്ധരംഗത്തുള്ള രോഗികൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി സേവനം ചെയ്തു വന്നു. അദ്ദേഹത്തിന്റെ മരണം വരെയും കാലിലെ വ്രണം ഉണങ്ങിയിരുന്നില്ല. അന്തിമ രോഗത്തിലും എഴുന്നേറ്റ് ചെന്ന് അപരന്റെ സുഖാസുഖങ്ങൾ അന്വേഷിച്ചിരുന്നു. 64-ാം വയസ്സിൽ 1614 അദ്ദേഹത്തെ ദൈവം തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. 1746 അദ്ദേഹത്തെ തിരുസഭ വിശുദ്ധനായി വാഴിച്ചു. ക്രിസ്തുവിന്റെ റെഡ് ക്രോസിൽ നിന്നാണ് അദ്ദേഹത്തിന് ഉത്തേജനം ലഭിച്ചത്. രോഗികളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ വാഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: നീചനും പാപിയുമായ ഞാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യനല്ല. എന്നിരുന്നാലും അങ്ങയുടെ അനന്തകാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. എല്ലാവർക്കും ഈ വിശുദ്ധന്റെ ആത്മീയത ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
എന്നും